ഹാപ്പി വിഷസ് ടു എവറി വൺ. നമ്മൾ പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ബയോസ്ഫിയർ എന്ന ചാപ്റ്ററാണ് പഠിച്ചു തുടങ്ങിയത് അല്ലേ. അതിൽ പ്ലാന്റ്സ് എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് അല്ലേ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ബാലൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ പ്ലാന്റ്സ് ത്രൂ ഫോട്ടോസിന്തസിസ്. ആ കാര്യങ്ങളെ കുറിച്ച് നോക്കി. പിന്നെ പിഗ്മെൻറ്റ്സ് ഇൻ ലീവ്സിനെ പറ്റി നോക്കി. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ പഠിച്ചു. നെസസറി പിഗ്മെൻ്റ് എന്താണ്, അതേപോലെ പ്രിൻസിപ്പൽ പിഗ്മെൻറ്റ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ് ആണ്. ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിൽ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സുകൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. How do plants produce food and oxygen through photosynthesis? Observe the illustration 1.3. Compare the two phases of photosynthesis and complete table 1.1. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പം നമ്മൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ പഠിച്ച സമയത്ത് ഗ്രാനയെ പറ്റിയിട്ടും സ്ട്രോമയെ പറ്റിയിട്ടും പഠിച്ചു അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രാനയിൽ വന്നിട്ട് ലൈറ്റ് റിയാക്ഷനാണ് നടക്കുന്നത്, സ്ട്രോമയിൽ വന്നിട്ട് ഡാർക്ക് റിയാക്ഷനാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് ചെയ്യുന്നത് ഈ ഭാഗത്ത്. അതായത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലുള്ള 2 സ്റ്റെപ്പുകളാണ് ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും. ലൈറ്റ് റിയാക്ഷൻ വന്നിട്ട് ഗ്രാനയിലും ഡാർക്ക് റിയാക്ഷൻ വന്നിട്ട് സ്ട്രോമയിലുമാണ് സംഭവിക്കുന്നത്. ഗ്രാന എന്തായിരുന്നു? സിലിണ്ടറിക്കൽ ഡിസ്ക്സ് പ്രസൻറ്റ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്, അതാണ് ഗ്രാനൽ തൈലക്കോയിഡ്സ് എന്ന് പറയും. സ്ട്രോമ എന്തായിരുന്നു? ജെലാറ്റിനസ് പാർട്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആണ് സ്ട്രോമ വന്നിട്ട്. ഓക്കെ. അപ്പം എന്താണ് ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്നതെന്ന് നോക്കാം. ലൈറ്റ് റിയാക്ഷനിൽ അല്ലെങ്കിൽ ലൈറ്റ് ഫേസിന് ആ ഒരു പേര് വരാൻ തന്നെ കാരണം ലൈറ്റ് എനർജി ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. എന്തിനാണ് ലൈറ്റ് എനർജി ഉപയോഗിക്കുന്നത്? Water splits and oxygen is released and hydrogen reaches stroma. നമ്മളെ റൂട്ട് വഴി റൂട്ട് അബ്സോർബ് ചെയ്തിരിക്കുന്ന വെള്ളം പ്ലാന്റിൻ്റെ ശരീരത്തിലെത്തും. ഈ വെള്ളത്തിനെ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, സൈലം വെസൽസ് ആണ്. ഈ വെള്ളത്തിനെ അങ്ങനെ ലീവ്സിലെത്തുന്നു. ലീവ്സിൽ വെച്ച് ഈ വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ലീവ്സിലെ ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിൽ വെച്ച് ഈ വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. വെള്ളം എന്താണ്? H2O ആണല്ലേ, വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുന്ന ഹൈഡ്രജനെ സ്ട്രോമയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് എത്തുന്നു. അപ്പം ഓക്സിജൻ എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്സിജൻ എങ്ങനെയാണ് ഫോട്ടോസിന്തസിസിൽ ഉണ്ടാവുന്നത് എന്ന്. ഫോട്ടോസിന്തസിസ് വഴി ഓക്സിജൻ ഉണ്ടാവാൻ കാരണം ലൈറ്റ് റിയാക്ഷനാണ്. ലൈറ്റ് എനർജി യൂസ് ചെയ്തിട്ട്, അതായത് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ് എനർജി യൂസ് ചെയ്തിട്ട് ഗ്രാനയിൽ വെച്ചിട്ട് വാട്ടർ സ്പ്ലിറ്റ് ആവും ഹൈഡ്രജനും ഓക്സിജനുമായിട്ട്. ഈ ഓക്സിജനാണ് ഫോട്ടോസിന്തസിസ് വഴി പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന ഓക്സിജൻ. ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഈ ഹൈഡ്രജൻ പിന്നീട് ഒരു കാര്യത്തിന് യൂസ് ചെയ്യും, അതെന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ഗ്രാനയിൽ നടക്കുന്ന മറ്റൊരു പ്രോസസ്സ്, ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ATP. ഗ്രാനയിൽ വെച്ചിട്ട് ഈ ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. കെമിക്കൽ എനർജി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതിൻ്റെ ഫോമിലാണ് കൺവേർട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ATPയുടെ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ATP ആണ് നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിലുള്ള എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫോം എന്ന് പറയുന്നത് ATP ആണ്. ഓക്കെ. ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. അപ്പോൾ ഗ്രാനയിൽ എന്താണ് നടക്കുന്നത്? ഗ്രാനയിൽ വെച്ചിട്ട് വാട്ടർ സ്പ്ലിറ്റ് ആവും. വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജനും ഹൈഡ്രജനും റിലീസാവും. ഈ ഹൈഡ്രജനെ സ്ട്രോമയിലേക്ക് കൊണ്ടുപോകുന്നു, സ്ട്രോമയിലെത്തുന്നു. പിന്നെ
ഈ ലൈറ്റ് എനർജി കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെട്ട് ATPയുടെ ഫോമിൽ, അതായത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിൻ്റെ ഫോമിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്നത്. ഇനി ഡാർക്ക് റിയാക്ഷൻ, സ്ട്രോമയിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ആ ഒരു കെമിക്കൽ റിയാക്ഷനെ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. എനർജി ഇൻ ATP is used to combine hydrogen and carbon dioxide to produce glucose. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രാനയിൽ വെച്ചിട്ട് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹൈഡ്രജന് സ്ട്രോമയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് എന്ന്. അങ്ങനെ ഈ ഹൈഡ്രജനും പിന്നെ സ്റ്റൊമാറ്റ വഴി അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിനെ പ്ലാന്റ് അബ്സോർബ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ, ത്രൂ സ്റ്റൊമാറ്റ. നമ്മൾ ഈ ഫ്ലോ ചാർട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഫ്ലോ ചാർട്ടിൽ പഠിച്ചതാണ് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ടു ലീവ്സ് എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് സ്റ്റൊമാറ്റ വഴിയാണ് ലീവ്സിലേക്ക് എത്തുന്നത്. ഓക്കെ, ആ കാർബൺ ഡൈ ഓക്സൈഡും നമ്മുടെ ലൈറ്റ് റിയാക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്ത ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ATP. എനർജി യൂസ് ചെയ്തിട്ട്, ATPയിലുള്ള എനർജി യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് ഗ്ലൂക്കോസ്. ഓക്കെ, ഗ്ലൂക്കോസ് അതാണ് ഡാർക്ക് റിയാക്ഷനിൽ നടക്കുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായി വിചാരിക്കുന്നു. ഫോട്ടോസിന്തസിസിൽ വന്നിട്ട് 2 ഫേസുകളാണുള്ളത്, ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും. ലൈറ്റ് റിയാക്ഷൻ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് ലൈറ്റ് എനർജി ഈസ് യൂസ്ഡ്. ഡാർക്ക് റിയാക്ഷൻ നോ ലൈറ്റ് ഈസ് യൂസ്ഡ്. പിന്നെ ലൈറ്റ് ഫേസിൽ വന്നിട്ട് വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, ലൈറ്റ് എനർജി യൂസ് ചെയ്ത് വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. അതേപോലെ ഹൈഡ്രജനും റിലീസ് ചെയ്യുന്നു. ഈ ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് എത്തുന്നു. സ്ട്രോമയിൽ ഡാർക്ക് റിയാക്ഷനിൽ ഈ ഹൈഡ്രജനെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഗ്രാനയിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ATP ഫോം ചെയ്യുന്നു. ATPയുടെ ഫോമിൽ ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഇനി ഡാർക്ക് റിയാക്ഷനിൽ വന്നിട്ട് ലൈറ്റ് റിയാക്ഷനിലൂടെ റിലീസ് ചെയ്യപ്പെട്ട ഹൈഡ്രജനും അറ്റ്മോസ്ഫിയറിൽ നിന്ന് ലീവ്സിൽ എത്തിച്ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡും കമ്പൈൻ ചെയ്ത് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. ഇതിന് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ATP ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുന്നത്, ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ. ഓക്കെ, ഇനി എന്താണ്, ഇനി ആ ടേബിൾ 1.1 നോക്കിക്കേ. ലൈറ്റ് ഫേസ് ഡാർക്ക് ഫേസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ഫേസിൻ്റെ ലൊക്കേഷൻ ഏതാണ്? ഗ്രാനയാണ് അല്ലേ. ഡാർക്ക് ഫേസിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് സ്ട്രോമ. ലൈറ്റ് ഫേസിൽ നടക്കുന്ന ആക്ഷൻ ഏതാണ്? സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. ഡാർക്ക് ഫേസിൽ വന്നിട്ട് കമ്പൈനിങ് കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് ദാറ്റ് ഓഫ് ഹൈഡ്രജൻ അത് അത്ര മതി. പ്രോഡക്ട്സ് എന്താണ്? ലൈറ്റ് ഫേസിൽ പ്രോഡക്ട്സ് വന്നിട്ട് ഓക്സിജൻ ആണ്, ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടുന്നു. ഡാർക്ക് ഫേസിൽ പ്രോഡക്റ്റ് വന്നിട്ട് ഗ്ലൂക്കോസ് ആണ്. ലൈറ്റ് ഫേസിൽ നെസസിറ്റി ഓഫ് ലൈറ്റ് ആവശ്യമുണ്ടോ? യെസ്, ലൈറ്റ് ആവശ്യമാണ്. ഡാർക്ക് ഫേസിൽ വന്നിട്ട് ലൈറ്റ് ആവശ്യമല്ല. ലൈറ്റ് ഫേസിൽ വന്നിട്ട് ATP ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഡാർക്ക് ഫേസിൽ വന്നിട്ട് ATPയെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനായിരുന്നു ATPയെ യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കമ്പൈൻ ചെയ്ത് ഗ്ലൂക്കോസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ATPയെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പം മനസ്സിലായില്ല എങ്ങനെയാണ് ഫുഡ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടാവുന്നത് എന്നുള്ളത്. ഓക്സിജൻ ഉണ്ടാകുന്നത് ലൈറ്റ് ഫേസിലും ഫുഡ് ഉണ്ടാകുന്നത് ഡാർക്ക് ഫേസിലുമാണ്. അതായത് ഗ്ലൂക്കോസ് ഫോർമേഷൻ നടക്കുന്നത് ഡാർക്ക് ഫേസിലുമാണ്. ഓക്കെ, ഡാർക്ക് ഫേസ് ഫോളോസ് ദ ലൈറ്റ് ഫേസ്. The cyclic chemical reactions in the dark phase were discovered by scientist Melvin Kelvin. Hence, this phase is known as Kelvin cycle. ഓക്കെ, അപ്പം നമുക്കറിയാം ഡാർക്ക് ഫേസ് ആണ് ആദ്യം നടക്കുന്നത്. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ലൈറ്റ് ഫേസ്. പിന്നീടാണ് ലൈറ്റ് ഫേസ് നടക്കുക. എന്തുകൊണ്ടാണ്? ഡാർക്ക് ഫേസിൽ റിലീസ് ചെയ്യപ്പെട്ട ഹൈഡ്രജനും
അതേപോലെ ഫോം ചെയ്ത എ ടി പിയും യൂസ് ചെയ്തിട്ടാണ് ലൈറ്റ് ഫേസിൽ ലൈറ്റ് ഫേസിൽ റിലീസ് ചെയ്യപ്പെട്ട ഹൈഡ്രജനും പ്രൊഡ്യൂസ് ചെയ്ത എ ടി പിയും യൂസ് ചെയ്തിട്ടാണ് ഡാർക്ക് ഫേസിൽ നമ്മുടെ ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഡാർക്ക് ഫേസ് ആണ് ആദ്യം നടക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ലൈറ്റ് ഫേസ് നടക്കുന്നത്. ഓക്കെ. The cyclic chemical reaction in the dark phase were discovered by scientist Melvin Kelvin. ഡാർക്ക് ഫേസിൽ നടക്കുന്ന നമ്മളിപ്പോഴേ ഈ ലൈറ്റ് ഫേസിലെ ഡാർക്ക് ഫേസിൻ്റെ ഒരു സമ്മറി മാത്രമേ നമുക്കിപ്പം പഠിക്കാനുള്ളൂ. വളരെ ചുരുക്കിയിട്ടുള്ള കാര്യമേ പഠിക്കുന്നുള്ളൂ. കുറച്ച് ഹയർ ക്ലാസ്സസിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളുണ്ട് ഇതിൽ പഠിക്കാൻ. ഓക്കെ, അതാണ് ഈ പറയുന്ന ഈ സൈക്ലിക് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നവരെ നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല എന്തൊക്കെ റിയാക്ഷൻസ് ആണ് നടക്കുന്നത് എന്ന്. നിങ്ങൾക്ക് അത്രയും ഒന്നും പഠിക്കാനില്ല, ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, ഈ ഓരോരോ ഫേസിലും വളരെയധികം കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ ഡാർക്ക് ഫേസിലുള്ള, അതായത് സ്ട്രോമയിൽ നടക്കുന്ന ഡാർക്ക് ഫേസിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് കണ്ടുപിടിച്ചത് മെൽവിൻ കെൽവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഡാർക്ക് ഫേസിനെ കാൽവിൻ സൈക്കിൾ എന്നും അറിയപ്പെടാറുണ്ട്. ഏതാണ് കാൽവിൻ സൈക്കിൾ? ഡാർക്ക് ഫേസ്. ഓക്കെ. The cyclic chemical reaction in the dark phase were discovered by scientist Melvin Kelvin. Hence, this phase is known as Kelvin cycle. He was awarded the Nobel Prize in 1961 for this discovery. Okay, അദ്ദേഹത്തിന് നോബൽ പ്രൈസ് എല്ലാം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡാർക്ക് ഫേസിലുള്ള കെമിക്കൽ റിയാക്ഷൻസിനെ ഡിസ്കവർ ചെയ്തതിന്. ഓക്കെ. Now you have understood the chemical reactions in the process of photosynthesis. അപ്പം നമുക്ക് മനസ്സിലായല്ലേ എന്തൊക്കെ കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത് എന്നുള്ളത്, അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടി. അപ്പം ബേസ്ഡ് ഓൺ ദിസ് കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻ 1.4 ഗിവൺ ബിലോ. ഓക്കെ. അപ്പം എന്തൊക്കെയാണ് കമ്പൈൻ ചെയ്തിട്ട് എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത് ഓക്സിജനും ഗ്ലൂക്കോസുമാണ് അല്ലേ? കമ്പൈൻ ചെയ്യുന്നത് എന്തായിരുന്നു? വാട്ടറും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും അല്ലേ? അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും റൂട്ട് വലിച്ചെടുത്ത വെള്ളം, അവ രണ്ടും കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ട് ഫോം ചെയ്യപ്പെടുന്നത് എന്നാണ് ഉണ്ടാകുന്നത്? ഓക്സിജനും അതേപോലെ ഗ്ലൂക്കോസും. അപ്പം നമുക്ക് എഴുതാം കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗിവ്സ് glucose plus oxygen in the presence of sunlight and chlorophyll. സൺലൈറ്റിൻ്റെയും ക്ലോറോഫിലിൻ്റെയും പ്രസൻസിലാണ് ഈ ഒരു ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് പോസിബിൾ ആവുള്ളൂ അല്ലേ? അല്ലെങ്കിൽ പോസിബിൾ അല്ല. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്, സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ എന്ന് എഴുതിയിരിക്കുന്നത് അതാണ്. ഓക്കെ. അപ്പം കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഫോട്ടോസിന്തസിസിൻ്റെ കെമിക്കൽ റിയാക്ഷൻ വന്നിട്ട് 6CO2 plus 6H2O gives C6H12O6 plus 6O2. ഓക്കെ. 6 മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 6 മോളിക്യൂൾ ഓഫ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് 1 മോളിക്യൂൾ ഗ്ലൂക്കോസും 6 മോളിക്യൂൾ ഓക്സിജനും റിലീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് കറക്റ്റായിട്ടുള്ള കെമിക്കൽ ഫോമുല. ഇവിടെ ഒരു ബോക്സിൽ എനർജി കറൻസീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിൽ അവരുടെ എനർജി കറൻസി എന്ന് പറയുന്നത് ATP ആണ്. ATPയെ കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഓക്കെ. അവൈലബിലിറ്റി ഓഫ് എനർജി മസ്റ്റ് ബി എൻഷുർഡ് ഫോർ കണ്ടിന്യൂസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഇൻ ദ സെൽസ്. എന്താണ്? സെല്ലിൽ നടക്കുന്ന എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിനും നമുക്കറിയാം ഓരോരോ സെക്കൻഡിലും എന്താണ് പല കൈൻഡ് ഓഫ് മെറ്റബോളിക് റിയാക്ഷൻസ് നമ്മളെ സെല്ലിൽ നടക്കുന്നുണ്ട്. ഈ മെറ്റബോളിക് റിയാക്ഷൻ ഒന്നും നടന്നിട്ടില്ല എങ്കിലും നമുക്ക് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ മറ്റ് ചില ഡിഫക്റ്റുകളോ ഒക്കെ വരും. ഓക്കെ. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് എനർജി ആവശ്യമാണ്. ഈ എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് നോക്കാം. ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്
ഈ ടേം പഠിച്ചു വെക്കണം കേട്ടോ. എ ടി പിയുടെ ഫുൾ ഫോം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് മോളിക്യൂൾ ഈസ് യൂസ്ഡ് ഫോർ ദി കണ്ടിന്യൂസ് ട്രാൻസ്ഫർ ഓഫ് എനർജി. ഓക്കെ, എനർജി നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? എ ടി പിയിൽ നിന്നാണ്. The energy liberated during the breakdown of ATP into ADP and phosphate is used for metabolic activities. എങ്ങനെയാണ് എ ടി പിയിൽ നിന്ന് എനർജി റിലീസ് ആവുന്നത്? എ ടി പി ബ്രേക്ക് ഡൗൺ ചെയ്യും. അതായത് എ ടി പി സ്പ്ലിറ്റായി എ ഡി പിയും ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് മാറുന്നു. എ ടി പി എന്ന് പറഞ്ഞാൽ എന്താ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അഡിനോസിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂളും അതിനൊപ്പം 3 ഫോസ്ഫേറ്റ് മോളിക്യൂളും ഉള്ള ഫോമാണ് എ ടി പി. എ ടി പി സ്പ്ലിറ്റ് ചെയ്ത് എ ഡി പി അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്. അഡിനോസിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂളും അതിൻ്റെ കൂടെ 2 ഫോസ്ഫേറ്റുമുള്ള ഫോം പ്ലസ് ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് മാറുന്നു. അങ്ങനെ ആ ഒരു എ ടി പിയുടെ സ്പ്ലിറ്റിങ് നടക്കുമ്പോഴാണ് എനർജി റിലീസ് ആവുന്നത്. ഓക്കെ, ഈ എ ഡി പിയുടെ കൂടെ വീണ്ടും ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് വന്നു ചേരുകയാണെങ്കിൽ അത് വീണ്ടും എ ടി പി ആയി മാറി എനർജി റീസ്റ്റോർ ചെയ്യപ്പെടും. അതാണ് നെക്സ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. എ ഡി പി റീസ്റ്റോർസ് എനർജി ആൻഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ബാക്ക് ടു എ ടി പി. ഓക്കെ, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റിൻ്റെ കൂടെ, ഡൈ എന്ന് പറഞ്ഞാൽ 2, എ ടി പി എന്ന് പറഞ്ഞാൽ ട്രൈഫോസ്ഫേറ്റ് ആണ്, 3 ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പം എ ഡി പിയുടെ കൂടെ ഒരു ഫോസ്ഫേറ്റും കൂടെ വന്നാൽ, ഡൈഫോസ്ഫേറ്റിൻ്റെ കൂടെ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് എ ടി പി ആയി മാറും. അങ്ങനെ ബ്രേക്ക് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ റിലീസ് ചെയ്യപ്പെട്ട എനർജി സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യും, റീസ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യും. Since such energy transaction is done by ATP, it is known as the energy currency of the cell. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ സെല്ലിലെ എനർജി കറൻസി. നമ്മുടെ സെല്ലിൽ നിന്ന് മാത്രമല്ല, ലിവിങ് ഓർഗാനിസത്തിലെ എനർജി കറൻസിയിൽ ഒരു ലിവിങ് സെല്ലിലെ എനർജി കറൻസി പറയുന്നത് എ ടി പി ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ വന്നിട്ട് ആഫ്റ്റർ ഫോട്ടോസിന്തസിസിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഇതേ സൈഡിലൊരു കുട്ടിയുടെ ഒരു ഡൗട്ട് ഉണ്ട്. ഇഫ് ഗ്ലൂക്കോസ് is what all plants prepare. If glucose is what all plants prepare, then how could we get starch, protein and fat from vegetable food item? ഓക്കെ, ഇപ്പോൾ ഗ്ലൂക്കോസ് ആണ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് പ്രോട്ടീനും ഫാറ്റും സ്റ്റാർച്ചും ഒക്കെ വെജിറ്റബിൾസിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതാണ് ആ കുട്ടിയുടെ ഡൗട്ട്. അപ്പം എങ്ങനെയാണ് പ്രോട്ടീനും ഫാറ്റും സ്റ്റാർച്ചും ഒക്കെ കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഹാപ്പൻസ് ടു ദ ഗ്ലൂക്കോസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ്? എന്താണ് ഗ്ലൂക്കോസിന് സംഭവിക്കുന്നത്? ഫോട്ടോസിന്തസിസ് വഴി ഫോം ചെയ്ത ഗ്ലൂക്കോസിന് എന്താണ് സംഭവിക്കുന്നത്? അനലൈസ് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇല്ലുസ്ട്രേഷൻ 1.5 given below. Based on your analysis, prepare a note on the chemical changes of glucose in plants in the science diary. ഓക്കെ, അപ്പം ഇവിടെ ഒരു ഇല്ലുസ്ട്രേഷൻ കാണിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതിന് മുന്നേ ഈ ഒരു നോട്ട് വായിക്കാം. സിൻസ് ഗ്ലൂക്കോസ് ഈസ് ഈസിലി സോല്യൂബിൾ ഇൻ വാട്ടർ, ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ പ്ലാന്റ് ബോഡി. ഓക്കെ, ഗ്ലൂക്കോസ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഈസിലി സോല്യൂബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ പെട്ടെന്ന് ലയിച്ചു പോവും. ഓക്കെ, അതുകൊണ്ട് അവരങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഗ്ലൂക്കോസിനെ ആസ് സച്ച് ഗ്ലൂക്കോസിൻ്റെ ഫോമിൽ നമ്മുടെ ഫോട്ടോസിന്തസിസിൻ്റെ പ്രോഡക്റ്റിനെ ഗ്ലൂക്കോസിൻ്റെ ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവർ സോല്യൂബിളാണ്, വെള്ളത്തിൽ ലയിച്ചു പോകുന്നതാണ്. അപ്പം therefore plants store glucose in the form of insoluble starch in leaves. അതുകൊണ്ട് ഗ്ലൂക്കോസിനെ സ്റ്റാർച്ചായി കൺവേർട്ട് ചെയ്ത് സ്റ്റാർച്ചിൻ്റെ ഫോമിലാണ് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഒരു പോളിമറാണ്, അതുപോലെ തന്നെ ഇറ്റ് വാസ് ഇൻസോല്യൂബിൾ പോളിസാക്രൈഡ് ആണ് സ്റ്റാർച്ച് വന്നിട്ട്.
അത് വെള്ളത്തിൽ ഇൻസോല്യൂബിളാണ്. അതുകൊണ്ടാണ് ഈസിലി സോല്യൂബിൾ ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ സ്റ്റാർച്ചിൻ്റെ ഫോമിൽ കൺവേർട്ട് ചെയ്ത് ലീവ്സിൽ സ്റ്റോർ ചെയ്യുന്നത്. പ്ലാന്റ്സ് യൂട്ടിലൈസ് സ്റ്റാർച്ച് ആസ് സോഴ്സ് ഓഫ് എനർജി ഫോർ ദെയർ ലൈഫ് ആക്ടിവിറ്റീസ് ആൻഡ് ടു പ്രിപ്പയർ സബ്സ്റ്റൻസസ് റിക്വയർഡ് ഫോർ ദെയർ ഗ്രോത്ത്. പ്ലാന്റ്സ് അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യുന്നത് ഈ സ്റ്റാർച്ചിനെയാണ്. ഈ സ്റ്റാർച്ചിനെ പിന്നീട് സൂക്രോസായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. And it is transported through phloem to various plant parts and stored in different forms. ഓക്കെ, അപ്പം ഫോട്ടോസിന്തസിസ് വഴി ആദ്യം ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ്. ഗ്ലൂക്കോസ് വാട്ടറിൽ സോല്യൂബിൾ ആയതുകൊണ്ട് സ്റ്റാർച്ചിൻ്റെ ഫോമിൽ കൺവേർട്ട് ചെയ്ത് സ്റ്റാർച്ചിൻ്റെ ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ സ്റ്റാർച്ച് പിന്നീട് സൂക്രോസായി കൺവേർട്ട് ചെയ്യുന്നു. ഈ സൂക്രോസിനെ പ്ലാന്റ്സിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല ഫോമിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ സൂക്രോസാണ് പ്ലാന്റ്സിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും. ഓക്കെ, അപ്പം എന്തൊക്കെ ഫോമിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും കാര്യങ്ങളും എന്താണ് 1.5 ഇല്ലുസ്ട്രേഷനിൽ കാണിച്ചിട്ടുണ്ട്. ഫോട്ടോസിന്തസിസ് വഴി ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഗ്ലൂക്കോസിന് സ്റ്റാർച്ചായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. സ്റ്റാർച്ചിനെ സൂക്രോസായി കൺവേർട്ട് ചെയ്യുന്നു. സൂക്രോസ് പല മെറ്റബോളിക് ആക്ടിവിറ്റീസിനും ഉപയോഗിക്കുന്നുണ്ട് പ്ലാന്റ്സിലുള്ള. അതുപോലെ തന്നെ സൂക്രോസ് ഷുഗർ കെയിനിലൊക്കെ സൂക്രോസായിട്ട് തന്നെ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് മധുരം, സൂക്രോസ് മധുരമുള്ള ഗ്ലൂക്കോസിൻ്റെ ഫോമാണ് സൂക്രോസ്. ഓക്കെ, അപ്പം ഷുഗർ കെയിനിലൊക്കെ സൂക്രോസ് ആസ് സച്ച് സ്റ്റോർ ചെയ്യപ്പെടുന്നു. പിന്നീട് ചില ട്യൂബേഴ്സ് നമ്മുടെ ഉരുളക്കിഴങ്ങ്, പൊട്ടാറ്റോസൊക്കെ ട്യൂബറാണ്. എന്താണ് ഈ ട്യൂബറിലാണ് സ്റ്റാർച്ച് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ലെഗ്യൂംസ്, പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീൻ്റെ ഫോമിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഓയിൽ സീഡ്സിൽ വന്നിട്ട് എന്താണ് എണ്ണപ്പന പോലെയുള്ള മരങ്ങളിലൊക്കെ എന്താണ് ഉണ്ടാകുന്ന കായ, അതിലെല്ലാം ഫാറ്റിൻ്റെ ഫോമിൽ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ ഫ്രൂട്ട്സിൽ വന്നിട്ട് ഫ്രക്ടോസ്, ഫ്രൂട്ട്സിനുള്ള മധുരത്തിന് കാരണം ഫ്രക്ടോസാണ്. ഫ്രക്ടോസിൻ്റെ ഫോമിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതാണ് ഫോട്ടോസിന്തസിസിന് ശേഷം നടക്കുന്ന പ്രക്രിയ. ഗ്ലൂക്കോസിന് സ്റ്റാർച്ചായി മാറുന്നു. സ്റ്റാർച്ച് വീണ്ടും സൂക്രോസായി മാറുന്നു. സൂക്രോസ് പല ഫോമിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സ്റ്റാർച്ചിൻ്റെ ഫോമിൽ ട്യൂബേഴ്സിൽ, പ്രോട്ടീൻ്റെ ഫോമിൽ ലെഗ്യൂംസ് എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങൾ. ഓക്കെ, ചെറുപയർ, വൻപയർ, അങ്ങനെയുള്ള ലെഗ്യൂംസ്. അപ്പം ഫാറ്റ് എന്താണ് ഓയിൽ സീഡ്സിൽ ഫാറ്റിൻ്റെ ഫോമിൽ ആൻഡ് ഫ്രൂട്ട്സിൽ ഫ്രക്ടോസിൻ്റെ ഫോമിൽ, ഷുഗർ കെയിനിൽ സൂക്രോസ് ആസ് സച്ച്. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയാൽ നീഡ് ഓഫ് കൺവേർട്ടിംഗ് ഗ്ലൂക്കോസ് ടു സ്റ്റാർച്ച്. എന്തിനായിരുന്നു ഗ്ലൂക്കോസിനെ സ്റ്റാർച്ചാക്കി കൺവേർട്ട് ചെയ്തത്? ഗ്ലൂക്കോസ് ഈസ് ഈസിലി സോല്യൂബിൾ ഇൻ വാട്ടർ. അതുകൊണ്ടാണ് ഗ്ലൂക്കോസിനെ സ്റ്റാർച്ചായി കൺവേർട്ട് ചെയ്തത്. മെത്തേഡ്സ് ബൈ വിച്ച് പ്ലാന്റ്സ് യൂട്ടിലൈസ് സ്റ്റാർച്ച്. എങ്ങനെയാണ് പ്ലാന്റ്സ് സ്റ്റാർച്ചിനെ യൂസ് ചെയ്യുന്നത്? മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് സ്റ്റാർച്ചിനെ യൂസ് ചെയ്യുന്നു. സ്റ്റാർച്ചിനെ സൂക്രോസായി കൺവേർട്ട് ചെയ്തതിന് ശേഷം മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതുപോലെ പല ഫോമിൽ ട്യൂബേഴ്സിലും ലെഗ്യൂംസിലും ഓയിൽ സീഡ്സിലും എല്ലാം സ്റ്റാർച്ചിനെ ഡിഫറെൻറ്റ് ഫോംസിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റോറേജ് ഓഫ് ഫുഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്സ്. എങ്ങനെയാണ്? സ്റ്റാർച്ചിൻ്റെ ഫോമിൽ ട്യൂബേഴ്സിൻ്റെ ഫോമിൽ സ്റ്റാർച്ച്, ലെഗ്യൂംസിൻ്റെ ഫോമിൽ പ്രോട്ടീന്, ഓയിൽ സീഡ്സിൻ്റെ ഫോമിൽ ഫാറ്റ്, ഫ്രൂട്ട്സിൻ്റെ ഫോമിൽ ഫ്രക്ടോസ്, ഷുഗർ കെയിൻ്റെ ഫോമിൽ സൂക്രോസ് എന്നിവയെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഓക്കെ, ഹാവ് യു അണ്ടർസ്റ്റുഡ് ഹൗ വേരിയസ് ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ആനിമൽസ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ്? മനസ്സിലായല്ലേ എങ്ങനെയാണ് പല ന്യൂട്രിയൻസും, പ്രോട്ടീനും ഫാറ്റ്, അതേപോലെ സ്റ്റാർച്ച്, സൂക്രോസൊക്കെ എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഡു പ്ലാന്റ്സ് പ്രൊവൈഡ് ഓൺലി ഫുഡ് ആൻഡ് ഓക്സിജൻ? ഫുഡും ഓക്സിജനും മാത്രമാണോ പ്ലാന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആണോ? അല്ല അല്ലേ? അപ്പം അതിലേക്ക് കൂടുതലായിട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്.
കീമോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്നാണ് പറയുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചതാണ് നമുക്ക് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി സണ്ണാണ്. എല്ലാ പ്ലാന്റ്സിനും അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി, എല്ലാ ഓർഗാനിസത്തിൻ്റെ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി സണ്ണാണെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരുന്നത്. എന്നാൽ ചില ബാക്ടീരിയാസിലെല്ലാം സണ്ണിൽ നിന്നല്ല അവർക്ക് എനർജി കിട്ടുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. All producers on earth do not depend on sunlight. എല്ലാ പ്രൊഡ്യൂസേഴ്സും സൺലൈറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യില്ല. ദ സൾഫർ ബാക്ടീരിയ സീൻ ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ ആർ എക്സാമ്പിൾ ഫോർ ദിസ്. സൾഫർ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു തരം ബാക്ടീരിയാസ് ഉണ്ട്. ഈ ബാക്ടീരിയാസ് സൺലൈറ്റ് അല്ല എനർജി സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദേ പ്രൊഡ്യൂസ് എനർജി ബൈ ബ്രേക്കിംഗ് ഡൗൺ കെമിക്കൽ കോമ്പൗണ്ട്സ്. ഇവർക്ക് എങ്ങനെയാണ് എനർജി കിട്ടുന്നത്? കെമിക്കൽ കോമ്പൗണ്ട്സ്, ഇനോർഗാനിക് കെമിക്കൽ കോമ്പൗണ്ട്സ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവർക്ക് എനർജി കിട്ടുന്നത്. ഈ പ്രോസസ്സിനെയാണ് കീമോസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വാട്ട് ഈസ് കീമോസിന്തസിസ്? പ്രൊഡക്ഷൻ ഓഫ് എനർജി ബൈ ബ്രേക്കിംഗ് ഓഫ് കെമിക്കൽ compound is known as chemosynthesis. Chemo means chemical, synthesis means formation of energy from chemicals ആണ് കെമിക്കൽ കോമ്പൗണ്ട് എന്നാണ് ആ വേർഡിൻ്റെ മീനിങ്. കീമോസിന്തസിസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്. ഓക്കെ, ഇനി നമുക്ക് ഈ പാർട്ടിലേക്ക് വരാം. ഹാവ് യു അണ്ടർസ്റ്റുഡ്? സോറി, അത് നമ്മൾ പഠിച്ചു അല്ലേ. ഡു പ്ലാന്റ്സ് പ്രൊവൈഡ് ഓൺലി ഫുഡ് ആൻഡ് ഓക്സിജൻ? ഫുഡും ഓക്സിജനും മാത്രമാണോ കിട്ടുന്നത്? ഇവിടെ കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് 1.1. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് കോഫി ബീനാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ റബ്ബർ മിൽക്ക് കാണിച്ചിട്ടുണ്ട്, പെപ്പർ കാണിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് കൊക്കോ ആണ്. ഓക്കെ, ഇത് വന്നിട്ട് കൊക്കോ ആണ്. അപ്പം പ്ലാന്റ്സ് നമുക്ക് ഫുഡും ഓക്സിജനും മാത്രമല്ല കിട്ടുന്നത്. പ്ലാന്റ്സിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്? നമുക്ക് വുഡ് കിട്ടുന്നുണ്ട് അല്ലേ, മരത്തടികൾ. നമ്മൾ ഫേർണിച്ചേഴ്സും അതുപോലെ ഡെക്കേഴ്സ്, പലതരത്തിലുള്ള ഡെക്കേഴ്സ് ഉണ്ടാക്കാനൊക്കെ, അതേപോലെ ഷിപ്പിൻ്റെ ബിൽഡിങ്ങിനും കാര്യത്തിനും ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? മരത്തടികൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ കിട്ടുന്ന മറ്റൊരു കാര്യമാണ് ലാറ്റക്സ്. റബ്ബർ മിൽക്കിനാണ് ലാറ്റക്സ് എന്ന് പറയുന്നത്. റബ്ബർ മിൽക്ക് സോളിഡിഫൈ ചെയ്തിട്ടാണ് റബ്ബർ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അങ്ങനെ ലാറ്റക്സ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പലതരം സ്പൈസസ് ലഭിക്കുന്നുണ്ട് അല്ലേ. സിനമോൺ, കാർഡമം, പെപ്പർ, അങ്ങനെയുള്ള സ്പൈസുകൾ ലഭിക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് റെസിൻസ്, ഫ്രാങ്കിൻസെൻസ് എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില മാവിൻ്റെയൊക്കെ മുകളിൽ ഒരു തേൻ പോലെ ഒരു ഗോൾഡൻ കളറിൽ ഉണ്ടാകുന്ന ഒരു സെക്രീഷൻ, അതിനാണ് റെസിൻസ് എന്ന് പറയുന്നത്. ഈ റെസിൻസ് അങ്ങനെയുള്ള ഒരു ട്രീയുടെ, ഒരു പെർട്ടിക്കുലർ ട്രീയുടെ റെസിനാണ് ഫ്രാങ്കിൻസെൻസ് എന്ന് പറയുന്ന. ബോസ്വാലിയ ട്രീയോ അങ്ങനെ എന്തോ, ബോസ്വാലിയ ട്രീ ആണെന്നാണ് തോന്നുന്നത്. ഫ്രാങ്കിൻസെൻസ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബോസ്വാലിയ ട്രീയുടെ റെസിനാണ് ഫ്രാങ്കിൻസെൻസ്. ഈ ഫ്രാങ്കിൻസെൻസ് ഒക്കെ നമ്മുടെ മെഡിസിനൽ പർപ്പസിനും അതേപോലെ അല്ലാതെ ഫുഡിലുമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വന്നിട്ട് എസെൻഷ്യൽ ഓയിൽസ്. പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു കാര്യമാണ് എസെൻഷ്യൽ ഓയിൽസ്. ഇപ്പോൾ യൂക്കാലിപ്റ്റസ് ട്രീയിൽ നിന്നാണെങ്കിൽ യൂക്കാലി ഓയിൽ കിട്ടും. നിങ്ങൾ ആക്സ് ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്, കോടാലി എണ്ണ എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കിട്ടാറുണ്ട് ഒരു ചെറിയ ഡപ്പയിൽ, തലവേദനയ്ക്കൊക്കെ യൂസ് ചെയ്യും. അതൊക്കെ എസെൻഷ്യൽ ഓയിലാണ് യൂക്കാലിപ്റ്റസ് എന്ന് കിട്ടുന്നത്. അതേപോലെ സിംബപ്പോഗോൺ സിട്രേറ്റസ് എന്ന് പറയുന്നൊരു ചെടിയുണ്ട്, നാരങ്ങാ പുല്ലെന്നാണ് മലയാളത്തിൽ പറയാൻ തോന്നുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഓയിലാണ് ലെമൺ ഗ്രാസ് ഓയിൽ, സിംബപ്പോഗോൺ സിട്രേറ്റസ്. അതാണ് സയൻറ്റിഫിക് നെയിം. ലെമൺ ഗ്രാസിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് സിംബപ്പോഗോൺ സിട്രേറ്റസ്. ലെമൺ ഗ്രാസിൽ നിന്ന് കിട്ടുന്ന ഓയിലാണ് ലെമൺ ഗ്രാസ് ഓയിൽ. അതും മെഡിസിനൽ പർപ്പസിന്, ബ്ലഡ് പ്രഷറും ഒക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ പല
യൂസസുമുണ്ട് നമ്മളെ പ്ലാന്റ്സിനെ കൊണ്ടല്ലേ, ഫുഡും ഓക്സിജനും മാത്രമല്ല. പിന്നെ അതേപോലെ ഒരു കാര്യമാണ് പപ്പൈൻ. നമ്മൾ പറഞ്ഞു എന്താണ്, റബ്ബറിൽ നിന്ന് ലാറ്റക്സ്, റബ്ബർ മിൽക്ക് ലഭിക്കുന്നത് പോലെ പപ്പായയിൽ നിന്ന് ലഭിക്കുന്നതാണ് പപ്പൈൻ. നമ്മളെ നാട്ടിലൊന്നും വ്യാപകമായിട്ട് അങ്ങനെ കണ്ടുവരാറില്ല. ഈ പപ്പായ ട്രീ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു മുറിവോ എന്തെങ്കിലും ഒരു ഡാമേജ് പപ്പായ ട്രീക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ലാറ്റക്സ് വരാൻ തുടങ്ങും. അത് പപ്പൈൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസാണ് ഈ ലാറ്റക്സിലുള്ളത്. ഈ പപ്പൈൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിന് ഹൈ മെഡിസിനൽ വാല്യൂസ് ആണ്. നമ്മളെ ഫോറിൻ കൺട്രീസിലൊക്കെ ഈ ഒരു കാര്യം, ഈ പപ്പൈൻ എന്ന് പറയുന്നത് വ്യാപകമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ പപ്പായ ട്രീ കൾട്ടിവേഷൻ നടത്തി ഈ ലാറ്റക്സ് കളക്ട് ചെയ്ത് പപ്പൈനാക്കി എന്താണ് എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം പ്ലാന്റ്സിന് പല ഗുണങ്ങൾ എന്തിനൊക്കെയാണ് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലേ. Most plant parts have economic importance in one way or the other. ഓക്കെ, നമുക്ക് മനസ്സിലായി economic importance ഉണ്ടെന്ന്. A variety of value-added products are made from them. The processing and marketing of these resources open doors to wide range of job opportunities. With the help of your teacher, collect information about economically important plant resources. Organize a discussion in your class on the job opportunities related to this area. Have you understood how diverse the plant world is? Okay. അപ്പം ഇതുവരെ എടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നമ്മളിന്ന് നോക്കിയത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലുള്ള ഡാർക്ക് റിയാക്ഷനും ലൈറ്റ് റിയാക്ഷനെയും കുറിച്ചായിരുന്നു. പിന്നെ കെമിക്കൽ ഫോമുല നോക്കി ഫോട്ടോസിന്തസിസിൻ്റെ. പിന്നെ ആഫ്റ്റർ ഫോട്ടോസിന്തസിസ് എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് ഗ്ലൂക്കോസ് സ്റ്റാർച്ചായി മാറുന്നത്, സ്റ്റാർച്ച് പിന്നീട് എങ്ങനെയാണ് പല ഫോമിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയല്ലേ. അതേപോലെ പ്ലാന്റ്സിൻ്റെ ഉപയോഗങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കൊക്കെ എല്ലാവരും നല്ലതുപോലെ വായിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.